പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവർ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് സ്വർഗരാജ്യം വേണമെങ്കിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും വിശുദ്ധിയിലായിട്ട് സൂക്ഷിക്കുവാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കണം. മാത്രമല്ല നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കുവാനായിട്ടുള്ള ആ തുറവി നമ്മൾക്കുണ്ടാകണം. ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവൻ നമ്മൾ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോൾ അത് ദൈവം നമ്മൾക്ക് നേടിത്തരും. സ്വർഗത്തിന് നമ്മൾ അവകാശികളായി തീരും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.